ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാഷി ടേപ്സ് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് വാഷി ടേപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ A4 സൈസ് പേപ്പർ ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ത്തിലും ലെങ്ത്തിലും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് പാറ്റേണായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രിഡ് ലൈൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ബ്ലൂ കളർ വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെന്നാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നെക്സ്റ്റ് പാറ്റേണായിട്ട് ഫ്ലവർ പാറ്റേൺസ് ആണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റർ ഉപയോഗിച്ച് ഒരു ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ റോസ് കളർ ഫ്ലവേഴ്സ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിലുള്ള ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാം കേട്ടോ. ഈ ട്യൂലിപ്പ് ഫ്ലവേഴ്സ്, റോസ് ഫ്ലവേഴ്സ്, അങ്ങനെ ഇതിപ്പോൾ ഞാനൊരു സിമ്പിൾ പാറ്റേണിലുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു പാറ്റേണിനായിട്ട് ഇവിടെ നമ്മൾ ഹൈലൈറ്റേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അതുപയോഗിച്ചൊരു സ്ട്രൈപ്പ് ലൈൻസ് അല്ലെങ്കിൽ ഗ്രിഡ് ലൈൻസ് ആണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 കളേഴ്സാണ് ഇവിടെ ലൈൻസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മളൊരു ലീഫ് പാറ്റേൺ ആണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോങ് സ്ട്രിപ്പ് ഓഫ് പേപ്പറിൽ ഇങ്ങനെ വേവ്സ് ആയിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു ലൈനിലേക്ക് നമ്മൾ ഗ്രീൻ കളർ പെൻ ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ ലീവ്സ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വേവ് ലൈനിലോട്ട് ഓവർലാപ്പ് ചെയ്ത് ഒരു വേവ് ലൈനും കൂടെ വരച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പേപ്പേഴ്സൊക്കെ റൗണ്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇച്ചിരി കട്ടിയുള്ള ഒരു ബേസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പണ്ടത്തെ ഒരു ബുക്കിൽ നിന്ന് അതിൻ്റെ പൈൻ്റ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്താണ് ഉപയോഗിച്ച് വയ്ക്കുന്നത്. അപ്പം ഇതിങ്ങനെ നമുക്ക് റൗണ്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു എൻഡിൽ ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ റൗണ്ട് ചെയ്ത് വെച്ചിങ്ങനെ ബേസിലോട്ട് ഒട്ടിച്ചിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പം ഇതിങ്ങനെ റൗണ്ട് ചെയ്താൽ അത് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ ബേസ് ഉപയോഗിച്ച് ഒരു ബാൻഡ് പോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഇങ്ങനെ നമ്മളത് ആ ഒരു അളവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബാൻഡിലോട്ടും ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ഗ്ലൂ ചെയ്ത് ഒരു 10 സെക്കൻഡൊക്കെ വെച്ചേക്കുമ്പോഴത്തേക്കും ഇത് സെറ്റാവും. അപ്പോൾ നമുക്ക് ആ ഒരു ബാൻഡിൽ പിടിച്ചിട്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതിങ്ങനെ പുറത്തോട്ട് എടുക്കാനും പറ്റും.
അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ 4 പാറ്റേൺസ് ഓഫ് വാഷി ടേപ്പ്. അപ്പോൾ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാനിത് വെറുതെ വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 4 പാറ്റേൺസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.